ഹലോ ഗൈസ്, അതുൽ സ്ക്വാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കണമെന്ന് വെച്ചാൽ ലോൺ 2v2 ആയിട്ടാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, നമ്മുടെ മാച്ചിൽ അവിടെ ലോഡായിട്ടിരിക്കുന്നുണ്ട്. മാച്ച് സ്റ്റാർട്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിക്ടറും പിന്നെ വേറെന്തോ ഒരു സാധനം കണ്ട് M60 ആണ് എടുത്തേക്കണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ ഇവിടെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു എനിമി നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ ഷൂട്ട് ചെയ്യാൻ വിളിക്കും. അവൻ ചുമ്മാ അവിടെ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ പോയിട്ട് അവൻ അവിടെ മറ്റേ വാളിട്ട് നോക്കുമ്പോൾ പിന്നെ നോർത്തടിക്കണ്ടേ. പിന്നെ നോർത്തടിച്ചതാണ്. പിന്നെ നമ്മളെ ടീമിട്ട് അടിക്കാൻ കുറേ നോക്കണ്ടാവും. അപ്പോൾ അവിടെ ഗ്ലൂ വാളിട്ട് അവിടെ പോയി ഇവിടെ പോയി അവിടെ നിന്ന് വളഞ്ഞു ലാസ്റ്റ് ഇവിടെ നിന്ന് വരും. നമ്മുടെ ടീമിട്ടും അവന് കൊല്ലും. യെസ്, അങ്ങനെ നമുക്ക് വീണ്ടും ഒരു വിക്ടറി കിട്ടിയതാണ്. ഫസ്റ്റ് പോയിന്റ്. യെസ്, ബ്ലൂ ടീം. ഓക്കെ, നമ്മൾ അതേ കണ്ട് കളിക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയാം. ഓക്കെ, ഗ്ലോ വാൾ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വീണ്ടും നമ്മൾ ടീമിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. ഹെഡ് ഷോട്ട് വരുമോയെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നമ്മൾ ടീമേറ്റിൻ്റെ അടുത്ത് വരും. ടീമേറ്റ് ഗ്ലോ വാളിടും. ഞാൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങും. അവൻ അടിക്കാൻ നോക്കുമ്പോഴേക്കും പറ്റില്ല. അപ്പോൾ ഗ്ലോ വാളിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടാവും. പിന്നെ നിർത്തും. എവിടെ നിന്ന് വന്നേന്നറിയില്ല. എന്നിട്ട് രണ്ടാളും കൂടി എന്നെ വളഞ്ഞിട്ട് അടിച്ചു. 1-1 ഇപ്പോൾ മാച്ച് പോയിട്ടിരിക്കുന്നത്. എന്തായാലും പോയ റൗണ്ട് നന്നായി കിട്ടിയിട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്കും നന്നായി കിട്ടി. ശരി എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത റൗണ്ട് ഗണ്ണ് സെലക്ട് എന്താ സെലക്ട് ചെയ്തത് വെച്ചാൽ AW പിന്നെ നമ്മുടെ സ്വന്തം ഡബിൾ ബാരൽ. AW വെച്ച് ചുമ്മാ നോക്കണ്ടായിരുന്നു. AW വെച്ച് സ്കോപ്പ് ചെയ്യാനും പറ്റില്ല കാരണം ഞാൻ ഡെസേർട്ട് ടീവിൽ എടുത്തു. ഡെസേർട്ട് ടീവിൽ ഞാൻ ഹെഡ് ഷോട്ട് അടിക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. അപ്പോൾ ഹെഡ് ഷോട്ടാണോ ഡെസേർട്ട് ടീവിൽ കിട്ടും, പക്ഷെ എനിക്ക് അത്ര ഇതല്ല. പിന്നെ ഡബിൾ ബാരൽ എടുത്തു. പിന്നെ ഗ്ലോ വാളിട്ട് അങ്ങനെ പോകേണ്ടിരുന്നു ഗൈസ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഗ്രനേഡ് എടുത്ത് വീശി. അതിലവൻ്റെ പകുതി ഹെൽത്ത് പോയി. എന്നിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ ഇവിടെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് അങ്ങനെ തൂക്കി വിടും ഗൈസ്. ഹെഡ് പോയാൽ എന്താണെന്നില്ല, പക്ഷെ ഞാൻ ചത്ത്. ഇതിൽ നന്നായി അടിച്ച് ഭയങ്കരമായിട്ട് അടിച്ചിട്ടേ. എന്തോ പറ്റിയെന്നേ അറിയില്ല. അതിൽ നമ്മുടെ അടുത്ത റൗണ്ട് സ്റ്റാർട്ടായിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ ഗൈസ് വീണ്ടും അതേപോലെ സെയിം ഗൺ. ഓക്കെ, ഇവിടെ ഞാൻ ചുമ്മാ ഇന്നിങ്ങനെ നിൽക്കേണ്ടതെന്ന് അവർ വരട്ടെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ബ്രോ വരും. ഹെഡ് ഷോട്ട് അടിക്കാൻ നോക്കും, പക്ഷേ അപ്പോഴേക്കും വാളിടും. പിന്നെ വാൾ സ്വിച്ച് ചെയ്തിടും. പിന്നെ അപ്പോഴേക്കും ഇവിടെ നിന്ന് ഒരു ബ്രോ രണ്ടാളും വളഞ്ഞിട്ടടിക്കും. ഹെഡ് വന്നില്ല. എന്നാലും ഞാൻ പക്ഷെ തൂക്കി ഞാൻ കളിക്കും. ഹെഡിൽ എങ്ങനെയെങ്കിലും വീണോ ഡ്രാഗ് എവിടെ പോയി വീഴും. ഡ്രാഗ് അങ്ങനെ ആ റൂഫിലേക്ക് പോകും. പിന്നെ എങ്ങനെയാണ് ഞാൻ കേസ് രണ്ടാളിനെ അടിച്ചത് കണ്ടില്ലേ. പക്ഷേ ഡ്രാഗ് ചെയ്ത് അങ്ങോട്ട് റൂഫിലേക്ക് പോകടെ അതൊന്നും കുഴപ്പമില്ല. എന്നാലും നമ്മൾ അടിച്ചില്ല, അതാണ്. ഓക്കെ, അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത റൗണ്ട് തോംസണും XM8 ആണ് എടുത്തേക്കണത്. ഞാൻ XM8 കളിക്കാൻ നമുക്ക് തോംസൺ കളിക്കാം ഗൈസ്. തോംസണിൽ ഞാൻ എങ്ങനെ കളിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം ഞാൻ തോംസണാണ് എടുത്തേക്കണത്. അപ്പം ഞാൻ അങ്ങനെ മെല്ലെ പതുങ്ങി പോകണ്ടായിരുന്നു. അപ്പോൾ ടീമിട്ട് വരെ ലെഫ്റ്റിൽ വരുന്നുണ്ടായിരുന്നു. അതേ ഗൈസ്, അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. വീവന്മാർക്കൊക്കെ നല്ല ബുദ്ധിയാണ് ഗൈസ്. അവൻ അങ്ങനെ വളഞ്ഞിട്ട് അങ്ങനെ വരും. അപ്പോൾ നമ്മുടെ ടീമിട്ട് അങ്ങ് മുമ്പിൽ പോകും. ഞാൻ മുമ്പിൽ പോകണ്ടാടാ, മെല്ലെ നിന്ന് അടിക്കടാ പറയും. പക്ഷെ അവൻ ഒരുത്തൻ അങ്ങനെ ഓഫ്ലൈൻ പോയി തോന്നുന്നു. അവനെ അടിച്ചിട്ട് ചെയ്യുന്നു. പാവല്ലേ, ഓഫ്ലൈൻ പോയി. പിന്നെ നമ്മുടെ ടീമിട്ട് അടിക്കും. ഞാൻ വെറുതെ വിടുമോ? ഹെഡ് ഷോട്ട്. യെസ്, ടീമിട്ട് അടിച്ച പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് കളിക്കാൻ തുടങ്ങും. ഞാൻ ചത്തപ്പോഴും ഞങ്ങൾ കളിക്കില്ല. ടീമിട്ട് ചത്ത അങ്ങനെ കളിക്കുക ഗൈസ്. യെസ്, അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ
പിന്നെ ഞാൻ അങ്ങനെ കയറിപ്പോയി. കയറിപ്പോയിട്ട് തോംസൺ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അപ്പോൾ ഗൈസ് 2 ആൾ ഇവിടെ നിൽക്കുന്നുണ്ടാവും. ഇവന്മാരനെ ടീമേറ്റ് തന്നെ അടിച്ച് തീർക്കും. പിന്നെ ഞാൻ ചുമ്മാ നിന്ന് ഒരു ഹെഡ്ഷോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ചുമ്മാ ഇരുന്ന് എണീറ്റ്. അങ്ങനെ നമ്മുടെ മാച്ച് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനിയാണ് ഗൈസ് ഒരു ഹാർട്ട് ബീറ്റ് മിനിറ്റ് സ്റ്റാർട്ടാവുക. എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ലാസ്റ്റ് റൗണ്ടിൽ നിന്ന് തോക്കും. അത് എനിക്കും കുറേ ഇത് നടന്നിട്ടുണ്ട് അങ്ങനെ. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ നടക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് ഞാൻ കയറിപ്പോവും. അടിച്ച് കയറി പോകും. ഞാൻ അടിച്ച് കയറി പോയിട്ട് പെട്ടെന്ന് അവനൊരു 2 ഹെഡ് ഇട്ട് മാച്ച് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഈ ഒരു സൂപ്പർ ബോയെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.